RSS മേധാവി മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിൽ കേരളത്തിലെ 3 സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിൽ വിവാദം പുകയുന്നു. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ RSS നീക്കം ശക്തമാക്കുന്നതിനിടെയാണ് ഗവർണർ നിയോഗിച്ച VC-മാർ RSSന്റെ പരിപാടിക്കെത്തിയത്. കാവ്യവൽക്കരണത്തെ എതിർക്കാൻ സർക്കാർ ശങ്കിച്ചു നിൽക്കുന്നതെന്തിനെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. സംഘപരിവാർ സംഘടനകൾക്ക് 100 വർഷം തികയുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് RSS മേധാവി മോഹൻ ഭാഗവതിനൊപ്പം കേരളത്തിലെ 3 സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുത്തത്. കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ, മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ്, MG സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ D മാവൂത്ത് എന്നിവരാണ് RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നിയോഗിച്ച VC-മാരാണ് 3 പേരും. RSS പരിപാടികളിലെ സ്ഥിരം സാന്നിധ്യമാണ് കേരള സർവകലാശാല VC മോഹൻ കുന്നുമ്മൽ. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം RSS ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്ന ആരോപണം ഉയരുന്നതിനിടയിലാണ് പരിപാടിയിലെ VC-മാരുടെ പങ്കാളിത്തം. VC-മാരുടെ നീക്കത്തിനെതിരെ ശക്തമായ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. RSS പ്രവർത്തകരായാണ് VC-മാർ പരിപാടിയിൽ പങ്കെടുത്തതെന്നും സർക്കാർ RSSന് മുന്നിൽ കീഴടങ്ങിയെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇതിനെതിരായി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ UDF-ലെ കക്ഷികളോ പ്രതികരിച്ചതായി കാണുന്നില്ല. ഒരു മാസം തികഞ്ഞില്ല, തുടക്കത്തിൽ തന്നെ സംഘപരിവാറിന് കീഴടങ്ങുന്ന സമീപനമാണോ ഉണ്ടാക്കുന്നത്? VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം MG സർവകലാശാലയിൽ ഏകപക്ഷീയമായി RSS അധ്യാപക സംഘടനാ നേതാവിനെ VC-ആയി ഗവർണർ നിയോഗിച്ചിരുന്നു. തൊട്ടുപിന്നാലെ MG സെനറ്റിലേക്കും RSS അനുഭാവികളെ ഗവർണർ നോമിനേറ്റ് ചെയ്തു. മുൻ സർക്കാരായിരുന്നു പാനൽ നൽകേണ്ടതെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. MG VC നിയമനത്തിൽ ഭരണ പ്രതിപക്ഷ പോര് തുടരുന്നതിനിടെയാണ് കേരളത്തിലെ 3 സർവകലാശാലയിലെ VC-മാർ RSS മേധാവിക്കൊപ്പം ഒന്നിച്ച് പരിപാടിയിൽ പങ്കെടുത്തത്. മീഡിയ 1 തിരുവനന്തപുരം.